ഹായ് ഹലോ. അപ്പോൾ ഞാനിന്ന് എന്നും കുക്കിംഗ് വീഡിയോസൊക്കെയാണ് ഇടാറ്. അപ്പോൾ ഇന്ന് വിചാരിച്ചിരുന്നു ഇന്ന് മാറ്റി പിടിക്കാമെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും ചിന്തിക്കും എന്തിനാണ് പഠിക്കണമെന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങും ബ്യൂട്ടീഷ്യനും പഠിക്കുന്നുണ്ട് തൃശ്ശൂർ. അപ്പോൾ ഞാൻ പഠിച്ച കുറച്ച് സ്റ്റിച്ചിങ് ചെയ്ത തുണികൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പെയിൻറ്റിങ് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട്, എന്നാലും സ്റ്റിച്ചിങ് ഞാനിപ്പോൾ കുറച്ചുണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് പാറ്റേണൊക്കെ കട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം നമ്മൾ തുണിയിലോട്ട് വെട്ടിയിട്ടാണ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കെട്ടുടുപ്പാണ് പഠിപ്പിക്കുന്നത് നമുക്ക് കേട്ടോ. അപ്പോൾ കെട്ടുടുപ്പ് ഞാൻ അടിച്ചിരിക്കുന്ന ലൈനിങ്ങിലാട്ടോ. നമുക്ക് ലൈനിങ്ങിലൊക്കെ അടിക്കുമ്പോൾ നന്നായിട്ട് നിൽക്കും. അപ്പോൾ നമുക്കിവിടെ കഴുത്തിൻ്റെ അവിടെ കെട്ടുന്ന ടൈപ്പാണ് നമുക്ക് അടിച്ചിരിക്കുന്നത്, നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കെട്ടുടുപ്പ്. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്തൊക്കെ നമുക്കവിടെ ചെയ്യുന്നതന്നെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ അടിക്കണം. നമുക്കെന്നിട്ട് അവിടെ സൈനൊക്കെ ചെയ്ത് തരും നമുക്ക് മിസ്സ്. പിന്നെ പഠിച്ചിരിക്കുന്നത് എ ലൈനാണ്. പിന്നെ ഇത് ഞാൻ അടിച്ചിരിക്കുന്നത് മൊത്തം ഈ കുറച്ചൊക്കെ അടിച്ചിരിക്കുന്നത് മൊത്തം ഷർട്ട് പീസില്ലേ, ഷർട്ടിൻ്റെ വെട്ട് പീസ് അതിലാണ് അടിച്ചിരിക്കുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുണി എടുക്കണം. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നല്ല തുണികളൊക്കെ വേണം, കാരണം നമ്മൾ ഈ ചെയ്യണതെല്ലാം റെക്കോർഡാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ നല്ല തുണികൾ അങ്ങനെ വെട്ടിപ്പടിക്കാൻ പറ്റിയ ടൈപ്പ് തുണികളൊന്നുമില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോട്ടൻ്റെയോ അങ്ങനെ ഒതുങ്ങിയ തുണി വേണം നമുക്ക് പഠിക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് ചെയ്യാനൊന്നും പറ്റില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ഷർട്ട് പീസാണ് എല്ലാം എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് സമ്മർ ഫ്രോക്കാണ്. നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ വള്ളി പോലെ വരുന്ന ടൈപ്പ് ആണ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റും. നമ്മൾ മൊത്തം ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നത് മൊത്തം കുട്ടികൾക്കുള്ളതാണ്. കുട്ടികളുടെ സ്റ്റിച്ചിങ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ പഠിച്ചതെല്ലാം നമ്മൾ എടുത്ത് വയ്ക്കണം. നമുക്കത് ലാസ്റ്റാണ് കാണിക്കേണ്ടത് വരിക. പിന്നെ അടുത്തത് ഇത് പെറ്റിക്കോട്ടാണ്, ഫ്രോക്ക് പെറ്റിക്കോട്ട്. ഇതും ഷർട്ട് പീസ് തന്നെയാണ്. ഞാൻ തുണിക്കടയിൽ നിന്ന് ബാലൻസ് വരുന്ന ഷർട്ട് പീസ് ഉണ്ടാവില്ലേ, അതിങ്ങനെ കുറച്ച് മേടിച്ചിട്ടാണ്. കുട്ടികളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് മതിയല്ലോ. അപ്പോൾ ഇതങ്ങനെ നമുക്ക് കുറച്ച് നെറിയൊക്കെ ഇട്ടിട്ട് വരുന്ന നമ്മൾ സാധാ അടിക്കണ പെറ്റിക്കോട്ട് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ടൈപ്പ് പെറ്റിക്കോട്ട് തന്നെയാണിത്. പിന്നെ നമുക്ക് വരുന്നത് ഫ്രില്ലഡാണ്. നമുക്കിത് പെറ്റിക്കോട്ട് പോലെ തന്നെയാണ്, എന്നാൽ ഒരു ഉടുപ്പ് പോലെ വരുന്ന ടൈപ്പാണ്. 2 ഫ്രില്ല് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നമുക്ക് വലുപ്പമുള്ള ഉടുപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നമുക്ക് ഇത്തിരി വലിയ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്നൊരു ഉടുപ്പാണ്. 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അത്രയും കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഉടുപ്പാട്ടോ ഇത് ഞാൻ അങ്ങനെ മടക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് നിവർത്തി നോക്കിയപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് ചിന്തിച്ചു. അപ്പോൾ ഞാനത് അയൺ ചെയ്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ചുളിവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് അടിക്കണ സമയത്ത് എനിക്ക് തുണി തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ തുണി തികയാണ്ടിരുന്നപ്പോഴാണ് അത് ഞാൻ 2 കളറാക്കിയിട്ട് വൈറ്റും കൂടി അതിൽ വെച്ചിരിക്കുന്നത്. എനിക്ക് തുണി ഉണ്ടായിരുന്നില്ല അന്ന്, തുണി തികഞ്ഞില്ല. അപ്പോൾ ഈ വെള്ള തുണി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനവിടെ അടിച്ചതാണ്.
പിന്നെ അടുത്തത് ലോ വേസ്റ്റ് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ഫ്രില്ല് വരുന്നുണ്ട്. ഫ്രില്ല് വരുന്ന ടൈപ്പുകൾ തന്നെയാണ്. നമുക്ക് കൈ ഇതിൽ തന്നെ വരുന്ന ടൈപ്പ് പോലത്തെ ഡ്രസ്സാണ് കുട്ടികളുടെ. ഇതിൽ തന്നെ നമുക്ക് ചെറിയൊരു കൈ വരുന്നുണ്ട് അതിൽ. പിന്നെ നിങ്ങൾക്ക് ഏത് ഉടുപ്പാണ് ഇഷ്ടമായി എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൽ അടിച്ചതിൽ ഏതാണെന്ന് ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ ഇത് നമുക്ക് എയർലൈന് വിത്ത് പ്രിൻസസ് കട്ടാണ്. നമുക്ക് രണ്ട് സൈഡിലും ഞാൻ 2 കളറാക്കിയിട്ട് ഇത് തയ്ച്ചതാണ്. തുണി 2 കളർ എടുത്തു, ബ്ലാക്കും ഒരു ക്രീം വൈറ്റും എടുത്തിട്ടാണ് ഇത് സ്റ്റിച്ചിങ് ചെയ്തത്. ഇതിൽ നമുക്ക് ഈ ബട്ടൺസ് പോലത്തെ അല്ലെങ്കിൽ ഹുക്ക് അങ്ങനത്തെ എല്ലാം എന്തെങ്കിലും പിടിപ്പിക്കണം. അന്ന് ഞാൻ പിടിപ്പിച്ചിട്ടില്ല. അതൊക്കെ നമുക്കതിന് വെച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഇൻവെർട്ടഡ് ബോക്സ് പ്ലീറ്റാണ്. ഫ്രോക്ക് വിത്താണ് ഇത് കേട്ടോ. നമുക്ക് ഫ്രോക്കാണ് ഇത്. അപ്പം നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഫ്രില്ല് വരുന്നുണ്ട്. പിന്നെ കയ്യിൽ മൊത്തം നമുക്കിങ്ങനെ ഫ്രില്ലായിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കൈയൊക്കെ നമുക്കിങ്ങനെ അടിച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് ടൈമും എടുത്തു. പക്ഷെ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള സ്റ്റിച്ചിങ് ആണിത്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ നമ്മൾ സ്റ്റിച്ചിങ് അവിടെ നമുക്ക് ചെയ്തതിൻ്റെ ഇതിലെല്ലാം മിസ്സുമാർ സൈൻ ചെയ്ത് തരണം. അപ്പം ഞാൻ ഫോൺ കൈ പിടിച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പം ഞാനത് കറക്റ്റാക്കണം ഒറ്റ കൈ കൊണ്ട്. പക്ഷെ അത് കറക്റ്റ് ആവണില്ല കേട്ടോ. ഞാൻ എന്നും കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചിന്തിക്കും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാമെന്ന് ചിന്തിക്കും. അപ്പോൾ കൂടുതൽ എല്ലാവർക്കും ഏത് വീഡിയോ ആണ് ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. ഇത് നമുക്ക് ഇത് ഒരു മിഡിയാണ്. അതിൻ്റെ പാവാട ഞാൻ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടില്ല. അത് ചെയ്തിട്ടില്ല. അത് കാരണം കൊണ്ട് അതിന് പാവാട കാണിക്കാണ്ടിരുന്ന്. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് മാത്രമാണ് കാണിച്ചുള്ളൂ. അതിങ്ങനെ പുറകിൽ ഇങ്ങനെ കെട്ട് ഇല്ലെങ്കിൽ ബട്ടണായിട്ട് ഇങ്ങനെ വരുന്ന ടൈപ്പാട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുട്ടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. നമ്മൾ തയ്ക്കുമ്പോൾ എപ്പോഴും നല്ല ഭംഗിയുള്ള തുണിയിൽ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇഷ്ടം തോന്നും. ഇതൊക്കെ ഞാൻ ലൈനിങ് ആട്ടോ. അപ്പം ഞാൻ ലൈനിങ് ബാലൻസ് പീസ് കുറച്ച് വരുമല്ലോ. അപ്പോൾ അതൊക്കെ ചേർത്ത് 2 കളർ വെച്ചിട്ട് ഞാൻ സ്റ്റിച്ചിങ് ചെയ്തതാണ്. തുണി നമുക്ക് വെറുതെ കളയണ്ടല്ലോ, വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 കളർ വെച്ച് ചെയ്തതാണ് ഇത്. ഇത് നമുക്ക് നെറി വരുന്ന ടൈപ്പാണ് കേട്ടോ. ഇത് യോക്ക് ഫ്രോക്കാണ്. അപ്പോൾ അവിടെ ഒരു 3 നെറി പോലെ വന്നിട്ടുണ്ട്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ. കുട്ടികൾ ഇട്ടാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് സെമ്മിലാണ് നമുക്ക് വലിയ ആൾക്കാരുടെയൊക്കെ നമുക്ക് പഠിക്കുക. ബാക്കി എനിക്ക് ചെറുതായിട്ട് സ്റ്റിച്ചിങ്ങൊക്കെ അറിയാം. പക്ഷേ നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിച്ച് നമുക്കെല്ലാം അത്യാവശ്യത്തിന് അറിയുമല്ലോ. അപ്പോൾ ഇതൊന്ന് ഇനി ഒന്നും കൂടി തന്നെ ഉള്ളൂ. നമുക്ക് അംബ്രല്ലയാണ് ഇനി വരുന്നത്. നമുക്ക് അംബ്രല്ല എനിക്ക് ഈ ടേബിളിൽ വിരിച്ച് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല വലുതായത് കാരണം കൊണ്ട് അതിൽ ഒതുങ്ങിയില്ല. ഞാൻ പറ്റുന്നത് പോലെ കാണിക്കുകയാണ്. എനിക്ക് സ്റ്റിച്ചിങ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇത് തന്നെയാണ് കേട്ടോ. അംബ്രല്ലയാണ്. എനിക്കിതിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമായി. ഇത് നമുക്ക് ആ വയലറ്റ് കളറ് ഷർട്ട് തുണിയാണ് കേട്ടോ.
അപ്പോൾ ഞാനത് തികയാത്ത കാരണം കൊണ്ട് അവിടെ വൈറ്റ് കൊടുത്താണ്. അപ്പോൾ അത് രണ്ടും കൂടി നല്ല മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്തെങ്കിലും പെയിൻറ്റിങ്ങോ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എനിക്ക് ടൈം കിട്ടിയിട്ടില്ല, അപ്പോൾ ചെയ്യണം. സമയം കിട്ടണമെങ്കിൽ പെയിൻറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടിയും നമുക്ക് കുറച്ചും കൂടി ഭംഗി കൂടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി അടുത്തത് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാം. ഇനി പെയിൻറ്റിങ് ചെയ്തതും എംബ്രോയ്ഡറി ചെയ്തതും അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടില്ല അതൊന്നും. ഇനി വേറെ വീഡിയോ എടുക്കണം. അപ്പോൾ ഓക്കെ ബായ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബായ്.